വിത്തറിലെ കുനൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനായ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അഥവാ അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാണ് കുനൂത്തുൽ വിത്ർ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന സംഭവമാണ്. അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫിത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക് ലി ഫീമാ അഅതൈത് വഖിനാ ശർറ മാ ഖളൈത് ഫഇന്നക തഖ്ലി വലാ യുഖ്ളാ അലൈക ഫഇന്നഹു ലാ യദില്ലു മൻ വാലൈത് വലാ യഇസ്സു മൻ ആദൈത് തബാറക്ത റബ്ബനാ വതആലൈത് ഫലക്കൽ ഹംദു അലാ മാ ഖളൈത് അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇത് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത സംഭവമാണ്. എന്താ വിത്റിൽ ചൊല്ലണം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന കുനൂത്തുകളുണ്ട്. ഇങ്ങനെ 2-3 കുനൂത്തുകൾ ഈ വിഷയത്തിൽ എന്തായിട്ടുണ്ട്, ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. പിന്നെ അതിലുള്ള തർക്കം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെല്ലേണ്ടത് എപ്പോൾ മുതലാണ്, അല്ലെങ്കിൽ റമദാനിൽ ചെല്ലണമെങ്കിൽ എവിടുന്ന് ചൊല്ലണം എന്നൊക്കെ ഉള്ളതാണ് മദ്ഹബുകളുടെ ഇടയിലുള്ള അഭിപ്രായ ഭിന്നത ഉള്ളത്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു റമദാൻ 1 മുതൽ തന്നെ തുടങ്ങാം. ഷാഫി മദ്ഹബിൽ റമദാൻ പൗതി അതിന്റെ ശേഷം എന്താക്കാൻ പറ്റുള്ളൂ, അത് തുടങ്ങാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ സമസ്തന്റെ പള്ളികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ റമദാൻ 15 കഴിഞ്ഞ ശേഷം എന്താവും, വിത്റിൽ കുനൂത്ത് ഉണ്ടാവും. അല്ലാതെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ് പറഞ്ഞത് ചെല്ലേണ്ടവർക്ക് ചെല്ലാം. അതുപോലെ തന്നെ ഇനി ഒരാൾ അത് ഉപേക്ഷിച്ചാൽ അതിന്റെ പേരിൽ എന്താവില്ല, നിസ്കാരം ബാത്തിലാകണ വിഷയമൊന്നുമില്ല. അതൊരു സുന്നത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് കാണാം, ഫമൻ കനത്ത ഫഅഹ്സൻ, ആരെങ്കിലും വിത്റിൽ കുനൂത്ത് ഓതി കഴിഞ്ഞാൽ നല്ലതാണ്. ഫമൻ ലം യഖ്നുത് ഫഹുവ ഹസൻ, ഓതില്ലാഞ്ഞാലോ അതും നല്ല തന്നെയാണ്. കുനൂത്ത് ഇട്ടാൻ വേണ്ടി മാത്രം എന്താക്കേണ്ട ആവശ്യമില്ല, വിത്ർ സ്കരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ വിത്റിൽ കുനൂത്ത് ഓതുന്നതിന് വിലക്കുമില്ല, അത് സുന്നത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. പിന്നെ അതിനെ വിമർശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞത് ഹസൻ റളിയല്ലാഹു അൻഹു മാത്രം പഠിപ്പിച്ചൊരു കാര്യം ഇപ്പൊ എങ്ങനെ നമ്മൾ നിസ്കാരത്തിൽ ചെയ്യാന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരം ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ ഒരു സ്വഹാബി ചെയ്താൽ മതിയാവൂല എന്ന അഭിപ്രായം അത് ഹനഫികളുടെ മൊത്തത്തിലുള്ള അസ്ലാണ്. ഹനഫി മദ്ഹബിലെ ഒരു അസ്ലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അത് ഒരു സഹാബി ഉദ്ധരിച്ചു എന്നതുകൊണ്ടോ അല്ലെങ്കിൽ 2 സഹാബി ഉദ്ധരിച്ചു എന്നുള്ളതുകൊണ്ട് എന്താക്കാൻ പറ്റൂല, ചെയ്യാൻ പറ്റൂല എന്നാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അവര് സാധാരണ പൊക്കിളിന്റെ താഴെയാണ് എന്താക്കാറുള്ളത്, നിസ്കരിക്കുമ്പോൾ കൈകെട്ടാറുള്ളത്. കാരണം നെഞ്ചത്ത് കൈകെട്ടുക എന്നുള്ള ഹദീസ് വൈൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ യദഹുൽ യുംന അലൽ യുസ്റ അലാ സദ്രിഹി എന്ന ഹദീസ് വൈൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു മാത്രമേ ഉദ്ധരിച്ചിട്ടുള്ളൂ. ഒരു സഹാബി മാത്രമേ ഉദ്ധരിച്ചിട്ടുള്ളൂ. രണ്ടാമതൊരു സഹാബി എന്താക്കിയിട്ട് നെഞ്ചത്ത് കൈകെട്ടണം എന്ന് പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ചിട്ടില്ല. ആ വന്ന ഹദീസുകളുടെ കൂട്ടത്തിൽ നെഞ്ചത്ത് കൈകെട്ടിയിരുന്നു എന്നുള്ള ഹദീസാണ് എന്തായിട്ടുള്ളത് കൂടുതൽ പ്രബലം. ബാക്കിയുള്ളതൊക്കെ ലഈഫാണ്. എന്നാലും ഹനഫികൾ പറഞ്ഞത് എന്താ വെച്ചാൽ എന്നാലും ഒരാളല്ലേ പറഞ്ഞിട്ടുള്ളൂ. പൊക്കിളിന്റെ താഴെ കെട്ടിയിരുന്നു എന്നുള്ളതിന് ധാരാളം റിപ്പോർട്ടുകളുണ്ട്. ധാരാളം റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ ധാരാളം റിപ്പോർട്ടുണ്ട്, എണ്ണിയാ തീരാത്ത അത്ര ഉണ്ട്. പക്ഷെ ഒക്കെ ലഈഫാണ്. ഒറ്റൊന്നു പോലും എന്തായി വന്നിട്ടില്ല, സഹിഹായി വന്നിട്ടില്ല. അതുകൊണ്ടാണ് അവര് ഈ സഹിഹായ ഹദീസ് ഒഴിവാക്കിയിട്ട് എന്താക്കേണ്ടത്, ലഈഫായ ഹദീസിന്റെ പിന്നാലെ പോകാനുള്ള കാരണം ഒരു സഹിഹല്ലേ ഉള്ളൂ, ബാക്കിയൊക്കെ എന്താണ് ലഈഫാണ്. ഇനി കുറെ ആൾക്കാർ ഉദ്ധരിച്ചിട്ട് ചെയ്യാനാണ് എന്താക്കാറുള്ളത്, പൊക്കിളിന്റെ അടി കെട്ടണ ഹദീസ് അവരെടുക്കാറുള്ളത്. ഈ അസിൽ വെച്ചിട്ടാണ് പലപ്പോഴും ഒരു സഹാബിയല്ലേ ഉദ്ധരിച്ചിട്ടുള്ളൂ, നമ്മളിപ്പോ ഇതിനെ കുനൂത്ത് ഓതണ് എന്നുള്ള ചർച്ച ഉണ്ടാകാറുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹാബി 1 or 2 എന്നുള്ളത് എന്തല്ല, ഇവിടുത്തെ വിഷയമേ അല്ല. റസൂലിൽ നിന്ന് ഒരു കാര്യം വന്നു എങ്കിൽ നമുക്കത് എന്താക്കാവുന്നതാണ്, നടപ്പിലാക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തത് അങ്ങനത്തെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിപ്പോ ഒരു സുന്നത്താണ് വിത്റിലെ കുനൂത്ത് എന്നുള്ളത്. ഇപ്പൊ തിരുരങ്ങാടിന്റെ നാട്, അവിടെ സ്വാഭാവികമായിട്ട് എന്നും പറയും പോലെ എന്താക്കാറുണ്ട്, കുനൂത്ത് ഓതാറുണ്ട്. കാരണം അവിടെ അങ്ങനത്തെ ഒരു ബേജാറില്ലാത്തത് ഞങ്ങളൊക്കെ ചെറുപ്പം മുതൽ തന്നെ കെ മൗലവിന്റെ മകൻ അബ്ദുൽ സമദ് അൽ ഖാത്തിബ് റഹിമഹുല്ല അവിടെ റമദാനിൽ വരുന്ന സമയത്ത് ഇമാമുക്കണ നേരത്തെ കുനൂത്ത് ഓതിക്കാണ്ട് കണ്ട് അഞ്ഞ് ഷെയ്ഖിനോട് സംശയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉടനെ ഉത്തരവും പറഞ്ഞു കഴിഞ്ഞ് അത് തീരുമാനമായി പോകേണ്ടതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർക്ക് വലിയ കൺഫ്യൂഷൻ ഇല്ല. ആ സമയത്ത് ഒരു നാട്ടിൽ ഇത് എന്തുണ്ടായിരുന്നില്ല, ഇങ്ങനെ വിത്റിൽ കുനൂത്ത് ഓതി പരിചയം ഇല്ലാത്തൊരു നാടാണ്. അവിടെ പോയിക്കാണ്ട് ഒരു സുപ്രഭാതത്തിൽ ഒരാളോട് പോയിക്കാണ്ട് ഓതിയപ്പോൾ ആൾക്കാർക്ക് ആകെ എന്ത് ഒരു ബേജാറ്, എന്താ റബ്ബത് ഇന്നലെ വരെ ഇല്ലാത്തൊരു പുതിയ ഏർപ്പാട് ഇന്ന് തുടങ്ങിക്കണ് എന്ന് ബേജാറാവുകയും പ്രശ്നം ഉണ്ടാവുകയും ചെയ്യുമെങ്കിൽ തൽക്കാലം എന്താക്കേണ്ട ആവശ്യമില്ല. അവിടെ പോയി കണ്ട ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ആരും കുനൂത്ത് ഓതാൻ പോകണ്ട. ആ സുന്നത്തെടുക്കാൻ നമ്മൾ റമദാനിൽ മാത്രമല്ലല്ലോ ഇത്രയും തറാവിയൊന്നുള്ളത്, എന്നുണ്ടല്ലത്. റമദാനിൽ അത് ജമാഅത്തായിട്ട് നിസ്കരിക്കൽ പ്രത്യേകം എന്തുണ്ടെന്ന് മാത്രം, പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. അതിനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം എന്തായി നിസ്കരിച്ചു കാണിച്ചു തന്നു. അതിനെ പിന്തുടർന്നുകൊണ്ട് പിന്നീട് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു ഈ സംഭവത്തെ അങ്ങനെ തന്നെ സ്ഥിരീകരിച്ചു സ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയും റമദാനിൽ തറാവീഹ് ആയിക്കൊണ്ട് പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്നത് എന്തുണ്ട്, കൂലിയുണ്ട്, പ്രത്യേകം കൂലിയുണ്ട്. പിന്നെ മാത്രമല്ല അല്ലാഹു റസൂലിന്റെ ഹദീസിൽ വേറെ തന്നെ സ്ഥിരപ്പെട്ട ഒരു ഇമാമിന്റെ കൂടെ നിസ്കരിച്ചു തുടങ്ങി ആ ഇമാം സലാം വീട്ടുന്നവരെ അദ്ദേഹത്തിന്റെ കൂടെ തുടർന്നാൽ രാത്രി മുഴുവൻ നിസ്കരിച്ചതിന്റെ കൂലിയുമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി അത് സുന്നത്താണ് എന്ന് കൃത്യമായി ബോധ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ 11 മാസം എന്താക്കാം പെരയിൽ നിസ്കരിക്കുമ്പോൾ അത് ധൈര്യമായിട്ട് കയ്യും പൊന്തിച്ചിട്ട് കൈയൊന്തിച്ചോതാ, കൈ കെട്ടിക്കൊണ്ടോന്നുണ്ടെങ്കിൽ കൈ കെട്ടിക്കൊണ്ടോതാ. ആ സുന്നത്തിനൊന്നും എന്ത് വരുന്നില്ല,
ഒരു കുഴപ്പം വരുന്നില്ല. പിന്നെ ഇമാമിനെ തുടരാൻ നമ്മോട് പറഞ്ഞു എന്നതുകൊണ്ട് ഇമാമ് കുനൂത്ത് ഓതാത്ത ആളാണ് എങ്കിൽ നമ്മൾ ആ കുനൂത്ത് ഓതാത്തോണ്ട് നമുക്ക് അതിന്റെ കൂലി കിട്ടാതെ പോണില്ല. കാരണം എന്താ, നമ്മളെ സ്ഥിരം ചെയ്യുന്ന ആളാണ്, നമ്മളെ ഇമാം എന്താക്കണില്ല, അത് ഓതണില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇമാമിനെ തുടരാൻ റസൂലുള്ളാഹി പറഞ്ഞു എന്നുള്ളതുകൊണ്ട് എന്താക്കുന്നു, ഇമാമിനെ തുടരുന്നു എന്നതുകൊണ്ട് നമുക്ക് അതിനുള്ള കൂലി കിട്ടും. കാരണം നമ്മുടെ കാരണത്താലല്ല അത് ഒഴിവായി പോകുന്നത് എന്നർത്ഥം. രണ്ടാമത്തേത്, ഇങ്ങനെയൊക്കെ കുനൂത്ത് തുടങ്ങാൻ പൂതി ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മസാലകൾ എന്താക്കണം, ആദ്യം ഏത് സമൂഹത്തിന്റെ മുമ്പിലാണോ ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെ അല്ലാഹു റസൂലിന്റെ ഹദീസിലുണ്ട്, ഇങ്ങനെ നബി എന്താക്കിയിട്ടുണ്ട്, ഹസൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, നമ്മളൊന്ന് ചൊല്ലിയൊക്കെയല്ലേ, ആ കൂലി നമുക്കും വേണ്ടേ എന്നൊക്കെ ചോദിച്ച് ആളുകൾക്ക് അത് ബോധ്യപ്പെടുത്തിയതിനു ശേഷം തുടങ്ങുക. എന്നാ പിന്നെ എന്തുണ്ടാവില്ല, കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവുകയില്ല. ഏതായിരുന്നാലും ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന സംഭവമാണ്. അത് ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെതായ കൂലിയുണ്ട്. അതേ സമയത്ത് ഇതിന്റെ പേരിൽ ഒരാൾ പള്ളിക്കെന്നൊക്കെ തന്നെ വരാതാണൊരവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഒരു സുന്നത്തിന്റെ പേരിൽ ഒരു വാജിബന്നെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ വരുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടിക്ക് പോകേണ്ടതില്ല എന്നുള്ള നിലക്കാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഫമൻ ഖനത അഹ്സൻ, ആരെങ്കിലും കുനൂത്ത് ഓതി നിസ്കരിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. ഇനി ഫമൻ ലം യഖുനത് ഫഹുവ അഹ്സൻ, ഇനി ഒരാൾ ഓതില്ല എന്നാൽ അതും നല്ലതു തന്നെ എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അതിൽ പറഞ്ഞത്. അത് നമ്മുടെ നാടിന്റെയും സാഹചര്യത്തിന്റെയും നാട്ടിൽ നമ്മുടെ പിറകിൽ നിസ്കരിക്കുന്ന ആളുകളുടെയൊക്കെ അവസ്ഥ അറിഞ്ഞും പരിഗണിച്ചുകൊണ്ടും ഇമാമുമാർ ചെയ്യേണ്ട കാര്യമാണത്. അതിനിപ്പോ ഒരു ദിവസം ഓതി, ഒരു ദിവസം ഓതിയില്ല, പ്രശ്നമില്ല. 2 ദിവസം ഒന്നിച്ച് ഓതി, 3-ാമത്തെ ദിവസം ഓതിയില്ല, പ്രശ്നമില്ല. 5 ദിവസം ഒന്നിച്ച് ഓതി, 4 ദിവസം പിന്നെ ഓതിയില്ല, പ്രശ്നമില്ല. അതൊക്കെ എന്താണ്, ഇതിന്റെ രീതികളുടെ കൂട്ടത്തിൽ പെട്ടതാണ് എന്ന് മാത്രം. പിന്നെ നല്ലത് എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓതണെങ്കിൽ ഒന്നിട്ട് പറയാം, എപ്പോഴും അവസാനത്തെ റക്അത്തിൽ റുക്കുവിന്റെ ശേഷം കുനൂത്ത് ഉണ്ടാവിട്ടാന്നൊന്ന് പറയാം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ ഭാഗത്തൊക്കെ നിസ്കരിക്കുന്ന ആളുകൾ അല്ലാഹുമ്മ ഹ്ദിനി എന്ന് പറയുമ്പോൾ അല്ലാഹു നിൽക്കുമ്പോൾ തന്നെ എന്തായിട്ടുണ്ടാവും, ചിലപ്പോൾ സുജൂദക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓതുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിലും അതുപോലെ തന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തിലാവത്തിന്റെ സുജൂദ് വരുന്നുണ്ടെങ്കിലും ആദ്യം ഒന്ന് എന്താക്കി, എത്രാമത്തെ റക്അത്തിൽ ഇന്ന് തിലാവത്തിന്റെ സുജൂദ് വരൂട്ടോ എന്ന് പറയാം. അല്ലെങ്കിൽ അല്ലാഹു അക്ബർ തന്നെ പോയ കാണാത്ത ആളുകൾ എന്തുണ്ടാവും, റുക്കൂൽ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. പിന്നെ അല്ലാഹു അക്ബർ പറയുമ്പോഴാണ് പഠിച്ച റബ്ബ് സമീഅല്ലാഹു ലിമൻ അല്ലാഹു അക്ബർ അല്ലൈനില്ലേ എന്ന് അപ്പോഴേ ബോധ്യമുള്ളൂ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ആളുകളോട് എന്താക്കുക, ആദ്യം തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുക എന്നുള്ളതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. കുനൂത്ത് ഓതുക എന്നുള്ളത് ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യം തന്നെയാണ്, ഓതുന്നത് സുന്നത്താണ്. ഒരാൾ ഒഴിവാക്കി എന്നതുകൊണ്ട് അതൊരു പ്രശ്നമുള്ള കാര്യവുമല്ല എന്നതാണ് ആ വിഷയത്തിൽ നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം. തറാവീഹിന്റെ നിയ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തറാവീഹ് കേൾക്കുന്നു കരുതുക, 11 റക്അത്ത് ഒന്നിച്ചൊരാൾ തുടക്കത്തിൽ കരുതി കഴിഞ്ഞാൽ പിന്നെ ഓരോന്നും എന്താക്കണ്ട, ഓരോ 2 റക്അത്തിലും കരുതേണ്ട ആവശ്യമില്ല. അതേസമയത്ത് ഒരാൾ രാത്രി നിസ്കാരം 2 റക്അത്ത് എന്നാണ് കരുതേണ്ടതെങ്കിൽ ഓരോ റക്അത്തിൽ അങ്ങനെ കരുതണമെങ്കിൽ അങ്ങനെയും കരുതാം. അതേ സമയത്ത് ചില പള്ളികളിലെങ്കിലും, ഇപ്പൊ ഇവിടെ എന്താണെന്ന് എനിക്കറിയില്ല, ഈ തറാവീഹിന്റെ ഇടയിൽ കൂടെ ക്ലാസ് നടക്കലുണ്ട് ചിലയിടത്തൊക്കെ. ഒരു 4 റക്അത്ത് കഴിഞ്ഞാൽ ഈ ക്ലാസ് നടക്കും, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റൂല, ഒന്നിച്ച് 11 പറ്റൂല. കാരണം എന്താ ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് നിസ്കാരമല്ലാത്ത ഒരു വേറൊരു പ്രവർത്തനം വരുന്നത് കൊണ്ട് അങ്ങനത്തെ സ്ഥലങ്ങളിൽ എന്തെന്നെ വേണം, 2 റക്അത്ത് അല്ലെങ്കിൽ എത്ര റക്അത്താണോ ഒന്നിച്ച് നിസ്കരിക്കുന്നത് ആ റക്അത്തിന്റെ എണ്ണമാണ് എന്താക്കേണ്ടത് മനസ്സിൽ കരുതേണ്ടത്. ചൊല്ലലില്ല, പറയലില്ല.